ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫാമിലിയോട് കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ആദ്യം അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്, ഉച്ച വരെ സ്കൂളുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് അവനെ പൊക്കണം സ്കൂളിൽ നിന്ന്. ഞാൻ എന്തായാലും ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് നേരെ പോകുന്നത് അമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടുന്ന് അമ്മേൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ടൗണിലേക്ക് പോവുകയാണ്. അന്ന് പോയതുപോലെ നമുക്ക് വീണ്ടും ചട്ടിയും കലവും പോട്ടും ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് പോവാണേ. ഇപ്പോൾ പോവാം. ബാക്കി വിശേഷങ്ങൾ നമ്മൾ വഴിയെ പോകുന്ന വഴിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അമ്മയും അച്ഛനും ഞാനും മോനും, നമ്മൾ തന്നെ, വേറെ ആര്. ആദ്യം മോനെ സ്കൂളിൽ പോയതായിരുന്നു കേട്ടോ രാവിലെ. ഇന്ന് ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ അമ്മേനെ വീടിൻ്റെ അടുത്താണല്ലോ സ്കൂള്. അപ്പം നമ്മൾ അവിടുന്ന് കൂട്ടി സ്കൂൾ വിട്ടപ്പോൾ. ആളിതാ ബാക്കിൽ. നല്ല വെയിലാണ് ഗൈസ്. എന്തായാലും നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിതാ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ബസ് കിട്ടും കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടേക്കുള്ള പോലെയല്ല, ഇവിടെ എപ്പോഴും ബസ് ഉണ്ടാവും. അപ്പോൾ ബസ്സിലൊക്കെ കയറി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൗണിൽ എത്തിയിട്ട് വേണം നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ. ആദ്യം മോന് സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള സ്കൂള്. ഗവൺമെൻറ് GTTI എന്ന് പറയും. ഓക്കെ, അവിടെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതായാലും അന്ന് പോയതുപോലെ തന്നെ പോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇപ്പോൾ സ്റ്റേറ്റിലേക്കുള്ള മത്സരം ആയതുകൊണ്ട് തന്നെ ഡിസൈനുള്ള ടൈപ്പ് അങ്ങനെയൊന്നും പറ്റില്ല. പ്ലെയിനായിട്ട് വരുന്ന പോട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. അപ്പോൾ കുറേ നോക്കി. അതും തീരെ ചെറുതും പറ്റില്ല, അത്യാവശ്യം വലുപ്പമുള്ളതും വേണം. 2 3 എത്ര എണ്ണമായാലും കുഴപ്പമില്ല. 2 മണിക്കൂറാണ് ടൈമുള്ളത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇത് വാങ്ങി കൊണ്ടുപോയിട്ട് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാനുണ്ട്. എന്തെങ്കിലും എന്താ പറയുക, അങ്ങനെ പരിപ്പ് പോലെ ഉള്ളതാണെങ്കിൽ സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. ഉരച്ചൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെന്താ, കഴുകിയിട്ട് സെറ്റാക്കി വെക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ എടുക്കുന്നത് ആദിമോനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും സാധനങ്ങളൊക്കെ നോക്കട്ടെ. അമ്മ ഏതായാലും ചട്ടിയും കലവും എല്ലാ സാധനങ്ങളും നോക്കുന്നുണ്ട്. ആ ഒരു സാധനമില്ലേ ഇപ്പോൾ കാണിച്ചത്, അത് അമ്മ വാങ്ങി കേട്ടോ. നമുക്ക് ഈ കടുകൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ കറുപ്പ് കളറുള്ളതും ഒക്കെ ചട്ടിയും എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ദീപാവലി വരികയാണല്ലോ. അപ്പോൾ ദീപാവലിക്ക് ഇതുവരെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ദീപാവലിക്ക് ഇങ്ങനെ ദീപം കത്തിച്ച് വെച്ചിട്ടില്ല. അമ്മേൻ്റെ വീട്ടിൽ ഉള്ള സമയത്ത് ചെയ്യാമെന്നല്ലാതെ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിരാതും കാര്യങ്ങളും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒരു 12 ഒരു ഡസൻ വാങ്ങി. വലിയ വിലയൊന്നുമില്ല. 12 40 രൂപയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ 12 ഒരു ഡസൻ വാങ്ങി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമോനുള്ള ഐറ്റംസ് മാത്രമല്ലാതെ നമുക്ക് അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്നും കഴിക്കാതെയാണല്ലോ നമ്മൾ പോകുന്നത്. ആദ്യമേ സ്കൂളിൽ ചോറ് കഴിച്ചിട്ടുണ്ട്. ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞിങ്ങനെ പോട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അവർ സെയിൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ സാധനം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സാധനം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്.
ഓക്കെ. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടുത്തെ സാധനമൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിയിട്ട് ഇനി നേരെ എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ എസ്എമ്മിൻ്റെ ഉള്ളിലേക്ക് പോകണോ പോകണ്ടേ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഡൗട്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നോക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഹോട്ടലിൽ പോയി. എസ്എമ്മിൻ്റെ ഉള്ളിലേക്കല്ല, അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലുണ്ട്, അവിടെ ആട്ടോ പോയത്. അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഫ്രീക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് എഴുതി. ആദ്യം ഒരു ഐസ് വാങ്ങി, അമ്മയും അച്ഛനും മസാല ദോശ വാങ്ങി, ഞാനൊരു ബട്ടറിൻ്റെ ജ്യൂസും വാങ്ങി കേട്ടോ. ഇനി നമ്മൾ എസ്എമ്മിൻ്റെ ഉള്ളിലേക്ക് പോയില്ല, നേരെ വീട്ടിലേക്ക് പോവാണേ. സോറി ഗൈസ്, അവിടെ പോയി വന്നതിന് ശേഷം ഒന്നും ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ വേഗം വീട്ടിൽ വന്ന് അമ്മയും അച്ഛനും നേരെ നമ്മളെ വീട്ടിലേക്ക് പോയി. ഞാനിവിടേക്ക് വന്നു, അമ്മേൻ്റെ വീട്ടിലേക്ക്. ഇവിടെ എത്തി എന്നെ കണ്ടോ, എൻ്റെ കോലം കണ്ടോ, അത്രയ്ക്ക് ക്ഷീണിച്ച് ഞാൻ. വീട്ടിലിവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് പോട്ട് പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ വാർണിഷ് അടിക്കുമല്ലോ, വാർണിഷ് വാങ്ങാൻ മറന്നുപോയി. പിന്നെ അത് മാത്രമല്ല, ഒരു പോട്ടിന് കുറച്ച് ഒരു പരുക്കം മാതിരി ഉണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കണമെങ്കിൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് സെറ്റാക്കി വെക്കണം, കഴുകി വെക്കണം. വീട്ടിൽ വന്ന് ഇന്ന് ചോറ് കഴിച്ചിട്ടില്ല. രാവിലെ ചായ കുടിച്ചതാ, പിന്നെ ജ്യൂസ് കഴിച്ചില്ലേ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ കുറച്ചിരുന്ന് അപ്പം തന്നെ ഞാൻ വീണ്ടും പോയി കക്കോടിക്ക്. വാർണിഷ് വാങ്ങി, വാർണിഷ് അടിക്കാനുള്ള ബ്രഷ് വാങ്ങി, കളർ വാങ്ങി, ത്രെഡ് വാങ്ങി, നൂല് വാങ്ങി, പേപ്പർ വാങ്ങി, സാൻഡ് പേപ്പർ വാങ്ങി, പിന്നെ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങി. ഓ ഗോഡ്, മതിയായി. ഇനി ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വാങ്ങിയ ചട്ടിയും വട്ടിയും കൊട്ടയും ഒക്കെ കാണണ്ടേ, കാണിച്ചു തരാം. ആദ്യം പോയി ഞാനൊന്ന് കുളിക്കട്ടെ, കഴിഞ്ഞ് വയ്യ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാം നോക്കാം. ഇത് കഴിഞ്ഞ വട്ടം നമ്മൾ വാങ്ങിയിട്ടുള്ള പോട്ടാണ്. പിന്നെ ഇതിപ്പോൾ ലാഫിംഗ് ബുദ്ധ, ഇത് ഇന്ന് വാങ്ങിയതാണ്. പിന്നെ ഒരു കപ്പും നമ്മൾ ഇന്ന് വാങ്ങിയതാണ് കേട്ടോ. ഡിസൈനൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കക്കോടി പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, അവിടുന്ന് വാങ്ങിയത് ഈ കളർ പെൻസിൽ. ജസ്റ്റ് ചിത്രമൊക്കെ വരയ്ക്കണമെങ്കിൽ പെൻസിൽ വെച്ചിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ത്രെഡ് വാങ്ങിയിട്ടുണ്ട്, അതായത് റൗണ്ടായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബോർഡർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്രെഡോ അല്ലെങ്കിൽ പേപ്പർ മടക്കിയിട്ട് നമ്മൾ സ്കെയിൽ പോലെ ആക്കൂലേ, അങ്ങനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് റൗണ്ടായിട്ട് ലൈൻ വരയ്ക്കാൻ അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ സാധനവും വാങ്ങി. പിന്നെ അതേപോലെ സാൻഡ് പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഒരു ചെറിയ കട്ടിയുള്ളൊരു എന്താ പറയുക, A4 ഷീറ്റ് പോലത്തെ ഒരു പേപ്പർ വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ മടക്കിയിട്ട് അതാകുമ്പോൾ ആ പാത്രത്തിൻ്റെ പോട്ടിൻ്റെ അങ്ങനെ ചുറ്റും വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ലൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റുമല്ലോ, അപ്പോൾ അതിന് വാങ്ങിയതാണ്. പിന്നെ ഇതേപോലെ കളറ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വാർണിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള വലിയ കൂജ കേട്ടോ. കൂജ മീൻസ് നമ്മുടെ എന്താ പറയുക, ഫ്ലവർ വൈസ് ആണ് ആ ഒരു സംഭവം വാങ്ങി. പിന്നെ വാങ്ങിയത് ഇതാണ് കേട്ടോ. കണ്ടതിനൊന്നും ഫിനിഷിങ് ഇല്ല, മണ്ണൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വരച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാൻഡ് പേപ്പർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് അവൻ തന്നെ ചെയ്യട്ടെ, അവൻ്റെ വർക്കാണല്ലോ, അപ്പോൾ അവൻ തന്നെ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് അവനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആശാന് വലിയ ഇഷ്ടമാണ്, എന്നെപ്പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നിട്ട് അവന് ഇഷ്ടമുള്ളത് ഏതാണ് അതിനനുസരിച്ച് അവന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതായാലും നമുക്ക് ഉരച്ച് സെറ്റാക്കി വെക്കാം. ഈ ഒരു പോർട്രേ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഈ വർഷം മുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായത് കൊണ്ട് തന്നെ കുട്ടിക്ക് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ വലിയ കൂജാണ് കേട്ടോ. ഇതും ഒന്ന് ഒന്ന് സെറ്റാക്കണം, അവിടെ ഇവിടെയൊക്കെ പരിപരിപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും സെറ്റാക്കി എടുക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. തല കുളിച്ചു, അല്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് കുളിച്ചു. അപ്പോൾ അതിമോൻ ഇതാ സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് ഇത് നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ചായിട്ട് മണ്ണൊക്കെ ഇങ്ങനെ കട്ടി പോലെ ഒരു പരിപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ ഒന്ന് സെറ്റാക്കിയിട്ട് രണ്ടാമത്തെ ഇതാ അവിടെ വലിയ കൂജല്ലേ, ഇതാ ഇത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെ ചെയ്യട്ടെ, എന്നിട്ട് വേണം ഇത് കഴുകി വെക്കാൻ. പെട്ടെന്ന് തന്നെ ഉണങ്ങും കഴുകിയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാളെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.
അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് ചെയ്യട്ടെ. ഇനി ഇത് കഴുകുന്നതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യും. ഇന്നത്തേത് ബാക്കി നാളെ ശാസ്ത്രമേള വിശേഷങ്ങൾ നാളെ കാണിച്ചു തരാം, എന്താണ് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കൂജി നമ്മൾ ഒരദ്യൊക്കെ സെറ്റാക്കി വെച്ചിട്ടില്ല. ഓരോ കൂജിയും നമുക്ക് ഇതേപോലെ കഴുകി വെക്കണം കേട്ടോ. കഴുകി കഴിഞ്ഞാൽ നനവോടെ ഇരിക്കുകയൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ ആ വെള്ളം പോകും കേട്ടോ. തുടയ്ക്കൊന്നും വേണ്ട. അത് അങ്ങനെ അവിടെ വെക്കുമ്പോൾ തന്നെ അത് ഉണങ്ങിപ്പോവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇപ്പോൾ സെറ്റാവുക എന്നുള്ളത്. പക്ഷേ അവർ തന്നിട്ടുള്ള നിയമങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ഇതേപോലെ കഴുകിയിട്ട് വെക്കണം, തലേന്ന് രാത്രി കഴുകിയിട്ട് വെക്കണം മത്സരത്തിന് വരുന്നതിൻ്റെ മുൻപായിട്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തായാലും നനച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് ഓരോന്ന് നമുക്ക് വെക്കാം. ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കുന്നുണ്ട്. കൂജിയൊക്കെ കഴുകി കിടന്ന് ഉറങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചേരെ. ഇനി നിങ്ങൾ കാണുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മളിപ്പോൾ സ്കൂളിലെത്തി. ഇതാണ് ആദ്യമോൻ്റെ സ്കൂള്. ഞാൻ മേലെയാണ് നിൽക്കുന്നത്. ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ റൂമൊക്കെ കണ്ടുപിടിച്ചിട്ട് അവനെ സീറ്റിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. ആളിതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് പല ആളുകൾക്കും ഇതിനെപ്പറ്റി അറിയില്ല. ആദ്യമോനെ പോലെ തന്നെയാണ്, ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകളാണ്. എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഏതായാലും ആദ്യമോൻ ഇരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഡേ 2 ആണ് കേട്ടോ. ഇത് ശാസ്ത്രമേള നടക്കുകയാണ്. മോൻ്റെ സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് അവന് പോട്രി പെയിൻറ്റിങ്ങിനാണ് കേട്ടോ സെലക്ഷൻ കിട്ടിയത്. കുറേ കുട്ടികളുണ്ട്, വേറെ കുറേ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നതിനോണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഓടിയതാണ് ഗൈസ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 9 മണീൻ്റെ ഇടയ്ക്ക് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്നലെ ഉറങ്ങുമ്പോൾ നേരെ വൈകി, എണീക്കാറ് നേരെ വൈകി. ഒരു വിധത്തിൽ ഓടി കിതച്ച് ഞങ്ങൾ ഇവിടെ എത്തി. സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ആദ്യമോൻ്റെ സ്കൂളിൽ നിന്ന് ആദ്യമോന് ക്ലാസ്സിൽ നിന്ന് അവനാണ് കേട്ടോ സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്. പിന്നെ കുട്ടികളൊന്നും പരിചയമുള്ള കുട്ടികളും ഇല്ലല്ലോ. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകളാണൊക്കെ ഉള്ളത്. അപ്പോൾ മത്സരമായത് കാരണം നമുക്ക് അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മെല്ലെ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. ഇതിപ്പോൾ പ്രിൻറ്റിംഗ് ആണ്, എന്താ പറയുക, ക്ലോത്തിൽ പ്രിൻറ്റ് ചെയ്യൂലേ, അതാണ്. ഇത് ഇലക്ട്രിക് വർക്കാണ്. അങ്ങനെ പലതരത്തിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. പലതരത്തിലുള്ള പരിപാടികളുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ മത്സരമൊക്കെ തുടങ്ങി. അവിടെ നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ. നിൽക്കാൻ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്, സ്കൂളിൻ്റെ കുറച്ചപ്പുറത്തേക്ക്. എന്തായാലും വീട്ടിൽ പോട്ടെ. 3 മണിക്കൂർ കഴിയും ഇനിയിപ്പോൾ ഇത് കഴിയാൻ വേണ്ടിയിട്ട്. ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം, നമുക്ക് ഒന്നുകൂടെ വരാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീട്ടിൽ പോവാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് നടന്ന് ഇങ്ങനെ പോവാം കേട്ടോ. വീട്ടിലെത്തി. അയ്യോ, കഴിഞ്ഞു. ആക്ച്വലി ഈ പോട്രി പെയിൻറ്റിങ് ഈ പ്രാവശ്യം മുതലാണ് വർക്ക് എക്സ്പീരിയൻസിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കുട്ടികളുണ്ട്, ബട്ട് ആർക്കും വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഈ അടുത്തായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും. അപ്പം എല്ലാവരും നോർമലായിട്ട് തന്നെയാണ്. ഇപ്പോൾ പോയി നോക്കിയാൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. 3 മണിക്കൂറാണ് ടൈം. ഇപ്പോൾ സമയം 11:30 12 മണി 12 മണി ഒക്കെ കഴിയായിരിക്കും. അപ്പോഴേക്ക് പോകണം. റിസൾട്ടും കാര്യങ്ങളൊക്കെ വരിക 3 മണിക്കാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ചോറ് അവിടുന്ന് കഴിക്കണമെങ്കിൽ അവിടുന്ന് കഴിച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരാം. അങ്ങനെ എങ്ങനെയാണെന്നുള്ള അറിയില്ല, നോക്കിയിട്ട് ചെയ്യാം. 12 മണിയാകുമ്പോൾ ഞാൻ പോകുന്നതാണ്. ഞാൻ സ്കൂളിലേക്ക് പോവാണ് ഗൈസ്. സമയം 12 മണി ആയിട്ടുണ്ട്. പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയില്ല. പോയി നോക്കിയാൽ തന്നെ അറിയുള്ളൂ. നല്ല വെയിലാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ചൂടിയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ. വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് പോലും, മാക്സിമം 5 മിനിറ്റ് ഇത്രയേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. പോട്ടെ. ഈ കാണുന്ന വഴിക്ക് അങ്ങോട്ടേക്ക് കയറും. ഞാൻ മാത്രമേ ഈ സ്കൂളിൽ പഠിക്കാത്തതുള്ളൂ ഗൈസ്. ബാക്കി എൻ്റെ വീട്ടിലെ എല്ലാവരും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഞാൻ മാത്രം ടൗണിലേക്ക് പോയി. ഞാനും എൻ്റെ മാമൻ്റെ മോളുണ്ട് ആച്ചുട്ടി. ഞങ്ങൾ 2 പേരും മാത്രം ടൗണിൽ. ബാക്കി എല്ലാവരും ഈ സ്കൂളിലൊക്കെ തന്നെയാണ് പഠിച്ചത്. നേഴ്സറിയിൽ, അതേപോലെ 1ാം ക്ലാസ് മുതൽ
7ാം ക്ലാസ് വരെ ഞങ്ങൾ രണ്ടാൾ മാത്രം ടൗൺ വാസികളായിപ്പോയി. ഞങ്ങൾ പഠിച്ചത് ടൗണിലാണ്. നിങ്ങൾ ഇന്നലെ നമ്മൾ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഞാനൊരു സ്കൂൾ കാണിച്ചു തന്നില്ലേ, ഞാൻ അവിടെയാണ് പഠിച്ചത്. 1 മുതൽ 7 വരെ കേട്ടോ. LKG UKG പഠിച്ചത് ആ സെയിം സ്കൂളിൽ തന്നെ വേറൊരു സ്കൂളിൽ നടക്കാവ്, സെയിം അതേ പേര് തന്നെ, GTTI ഉണ്ട് അവിടെ. ഇത് എൻ്റെ അംഗനവാടിയിലേക്കുള്ള വഴിയായിരുന്നു. ഞാനും കൃഷിയും ഒളിച്ചോടിയിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്ന വഴി ഇതായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിലെത്തിയപ്പോൾ മാർക്കൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് വിശന്നപ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് ഒരു ചായയും ഒരു ഇറച്ചിപ്പത്തിരിയും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമോന് ചോറൊക്കെ തിന്ന് പിന്നെ സ്കൂളൊക്കെ വിട്ടപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇതേമാതിരി വെള്ളവും കുടിച്ചിട്ട് വരികയാണേ. നമ്മുടെ ശാസ്ത്രമേള കഴിഞ്ഞു. ഞങ്ങളിതാ വരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് നടക്കണം. വെയിലാണ്, ചോറും തരില്ല, അവൻ മാത്രമേ ചോറിനുള്ളൂ. ഞാനൊരു ചായ കുടിച്ചു, ഇത്ര തന്നെ. വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ ഇനി. വയ്യാ. അങ്ങനെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിതാ പോകുന്നതിൻ്റെ മുന്നേ ഈ ഒരു പപ്പായ പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ വെക്കാൻ വേണ്ടി പറ്റൂല, ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെ ഇതങ്ങോട്ട് മുറിച്ച് നമുക്ക് അങ്ങോട്ട് ജ്യൂസ് അടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടോ, നന്നായിട്ട് തന്നെ മുറിക്കാനും പറ്റുന്നുണ്ട്, നന്നായിട്ട് തന്നെ അതിൻ്റെ മധുരവും ഒക്കെ കിട്ടുന്നുമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. കണ്ടോ, നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ തൊലി ഇങ്ങനെ വലിച്ചൂരി എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ അകത്ത് കുരുവൊന്നും ഇല്ല, എനിക്ക് ആകെ 2-3 കുരു എങ്ങാനാണ് കിട്ടിയത്, വേറെ കുരുവൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അതിൻ്റെ മധുരമുള്ള ജ്യൂസാണ്. അത്രയ്ക്ക് നന്നായി പഴുത്തിട്ടുള്ളതാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നക്കി നോക്കിയപ്പോൾ ഇതിന് ചെത്തിയെടുക്കാൻ വേണ്ടി പറ്റൂല, പകരം നമുക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ആ ഫ്ലഷ് അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്രയ്ക്ക് പഴുത്തതിനോണ്ടേ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇവനെ വെച്ചിട്ടൊരു ജ്യൂസ് അങ്ങോട്ട് അടിക്കാം, എന്നിട്ട് എല്ലാവർക്കും അങ്ങോട്ട് കുടിക്കാം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഏതായാലും ഇങ്ങനെ എടുക്കട്ടെ കേട്ടോ ഞാൻ വേഗം തന്നെ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആദിമോന് A ഗ്രേഡ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റേറ്റിലേക്ക് മത്സരിച്ചിട്ട് A ഗ്രേഡ് ഉണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഗൈസ്. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ വാർണിഷ് അടിച്ച് വെച്ചതിനുണ്ട് അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. സ്കൂളിൽ തന്നെയാണ് ഇരിക്കുന്നത്, അതിന് ഉണങ്ങിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ആക്കം പോലെ എടുക്കാമെന്ന് വിചാരിക്കാണ്. ടീച്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ നമ്മുടെ പപ്പായ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വേഗം തന്നെ ജ്യൂസ് അടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ഏതെങ്കിലും വ്ലോഗിൽ ഞാൻ ആദ്യമോ ചെയ്ത കുട്ടി വർക്കാണ്, വലിയ വാവെന്നൊന്നും പറയാനില്ല, ആദ്യമായിട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ അവനെ സംബന്ധിച്ച് അവന് A ഗ്രേഡ് കിട്ടി, സന്തോഷമായി. അപ്പോൾ അത് അത്രയും മതി, അതുതന്നെ വലിയൊരു കാര്യമാണ്. ഹാപ്പിയാണ്. ഓക്കെ, അത് ഞാനിനി അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ ജ്യൂസ് അടിക്കാം. ഞാനിപ്പോൾ പപ്പായ അതേപോലെ ജസ്റ്റ് ഒന്ന് അടിക്കാൻ, ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് ഉടച്ചാൽ തന്നെ റെഡിയാകും. പക്ഷേ ഞാനിപ്പോൾ പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേഗം തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കസ്കസും കൂടി ചേർത്തിട്ട് എന്താ പറയുക, സെറ്റാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാ അറിയോ, ഫേസിലിടാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും സ്കിൻ കെയറിൻ്റെ ഭാഗം കൂടി ആക്കാതെ സ്വസ്ഥതയും സമാധാനം കിട്ടൂലല്ലോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി കുഞ്ഞൊരു കഷ്ണം ചെറിയൊരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഞാനിവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്കൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൂടെ അങ്ങോട്ടേക്ക് കുടിക്കാം. ഇതാണ് കസ്കസ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കസ്കസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്കധികം വിശപ്പ് ഉണ്ടാവില്ല. പിന്നെ വെറും വയറ്റിലൊക്കെ കസ്കസും ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചാറിയ വെള്ളമില്ലേ, അതിൻ്റെ അകത്ത് കുറച്ച് കസ്കസും കൂടി ഇട്ടിട്ട് വെക്കുക. എന്നിട്ട് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു സ്പൂണ് തേനും കൂടി ആഡ് ചെയ്തിട്ട് വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വിശപ്പിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബാക്കിയുള്ളത് എനിക്ക് ഡെയിലി ബേസിസിൽ ഈ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിലാക്കിയിട്ട് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഞാൻ കുറച്ച് അടിച്ച് മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും കുറച്ച് മധുരം വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. നല്ല മധുരം അത്യാവശ്യമുണ്ട്.
എനിക്ക് ഈ മധുരം പാകമാണ്. അമ്മയ്ക്കും അച്ഛനും മോനും കുറച്ചുകൂടി മധുരം വേണ്ടി വരും. അപ്പോൾ അവർക്കുള്ള മധുരം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മധുരം ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്കാണ് ഞാൻ മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ. വെറുതെ എല്ലാം കൂടി എടുത്ത് കലക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം മധുരം ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി അവിടെ ഇരിക്കട്ടെ. മധുരം അത്ര വേണ്ടാത്ത അവർക്ക് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മയും അച്ഛനും ഞാനും മോനും എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും സെർവ് ചെയ്യാണ്. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗൈസ്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇതിപ്പോൾ കഴിക്കുക. ഈ വൈകുന്നേരം ആദ്യമോന് എന്തെങ്കിലും വേണം, ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും വേണം. കുറേ ദിവസമായി പഴംപൊരി വേണം എന്ന് പറയുന്നത് ഗൈസ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും വേണ്ടിയില്ല, കുറച്ച് പഴം ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് പഴംപൊരി കൂടെ ഉണ്ടാക്കാം. വലിയ പഴംപൊരി അല്ല, കുട്ടി പഴംപൊരിയില്ലേ, അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ്. ആദ്യമോൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് അവൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നതാണ്. അച്ഛനിത് അവിടെ വടിക്കുന്നുണ്ട്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് വേഗം പറഞ്ഞതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോകാം. അച്ഛൻ്റെ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. എന്താണെന്നറിയോ, അച്ഛന് പുറത്ത് പോയി ചായ കുടിക്കണം, അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അച്ഛൻ. ഓക്കെ, അപ്പോൾ ആദ്യമോന് ജ്യൂസ് ഇഷ്ടമായി. അതിനുശേഷം ഞാൻ കുട്ടി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പഴംപൊരി ഉണ്ടാക്കണം. പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം വേഗം പോയിട്ട്, കുറച്ച് പണികളൊക്കെ ഉണ്ട്, കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യണം. എടുക്കുന്ന വീഡിയോ അപ്പം തന്നെ ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല ഗൈസ്, എന്ത് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ കുറച്ച് എഡിറ്റും ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണം മേലെ കഴുകൽ പരിപാടിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഏതായാലും മേലൊക്കെ കഴുകി പഴംപൊരിയൊക്കെ സെറ്റാക്കിയിട്ട് മേലൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഒരു പഴംപൊരി അതിൻ്റെ അകത്ത് നിന്ന് അടിച്ച് മാറ്റിയിട്ട് കുറച്ച് ചായക്കും കൂടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണ് ഞാൻ എന്തായാലും മേലെ കഴുകാൻ പോകുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ച്. കാരണം ഒന്നുമില്ല, എല്ലാവരും കഴിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാനായിട്ട് അവിടെ ഇരിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും വേഗം അത് കഴിച്ചു. പിന്നെ മേലൊക്കെ കഴുകിയതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ ഞാൻ ഏതായാലും കൂടുതൽ അങ്ങോട്ടേക്ക് നീട്ടി കൊണ്ടുപോകണില്ല. ഇപ്പം തന്നെ 2-3 ദിവസമായില്ലേ ഗൈസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഏതായാലും ഇനി വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.